ഹായ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു പിക്കിളാണ്. പൈനാപ്പിൾ, മാംഗോ, ക്യാരറ്റ് പിക്കിളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പുളിപ്പും മധുരവും സ്പൈസിയും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും സൈഡ് ആക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പിക്കിളിനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ മാങ്ങയെ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പിക്കിളിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട, മാക്സിമം നല്ല നീളത്തിൽ കട്ട് ചെയ്യണം. അതാണ് ഇതിന്റെ ഭംഗിയും രുചിയും. ആവശ്യം പുളിപ്പുള്ള മാങ്ങ തന്നെ എടുക്കണം, അതായിരിക്കും നമ്മുടെ ഈ അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുക. ഇതിങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാവേ. അടുത്തത് നമുക്ക് പച്ചമുളക് അരിയാം. പച്ചമുളക് നീളത്തിൽ അരിയാൻ പറ്റുമെങ്കിൽ നീളത്തിൽ അരിയാ, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഞാൻ നീളത്തിൽ തന്നെ അരിയാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഇഞ്ചി. ഇത് ഇച്ചിരി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതാണെങ്കിൽ അതുപോലെ ഇട്ടാലും മതിയാവേ. നമ്മുടെ പിക്കിളിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഞാനിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മുടെ പൈനാപ്പിളാണ്. നല്ല പഴുത്തൊരു പൈനാപ്പിൾ കൂടി ചേർക്കുമ്പോൾ ഇതിന്റെ മധുരവും കൂടി ആകുമ്പോൾ നമ്മുടെ പിക്കിളിന്റെ ടേസ്റ്റ് ഒന്ന് മാറി നിൽക്കും. പൈനാപ്പിളിനെ നമുക്ക് അതുപോലെ ചെറിയ സ്ലൈസാക്കി നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഇവിടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് എള്ളെണ്ണ തന്നെയാണ് അച്ചാറിനെല്ലാം. പിന്നെ എള്ളെണ്ണ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഈ സ്ഥാനത്ത് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്, ഉലുവ കുറച്ച് ചേർക്കുന്നുണ്ട്. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഈ സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അധികം മൂത്ത് പോകണ്ട. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാമേ. ഇച്ചിരി ഉപ്പ് കൂടുതൽ നമുക്ക് അച്ചാറല്ലേ, ഇതിനെല്ലാം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പും ചേർത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് കായം ചേർക്കാം. ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർക്കുവാണേ, നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കായപ്പൊടി. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല, പകരം വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇച്ചിരി ആവശ്യത്തിൽ ഞാനൊരു 1/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ഈ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് തിളച്ചാൽ മതി. നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം എന്ന് വെച്ചാൽ അധികം വെന്ത് പോകാൻ പാടില്ല. വെന്ത് പോയാൽ നമ്മുടെ ഈ പിക്കിളിന്റെ ടേസ്റ്റും മാറ്റം വരും. നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ആ വിനാഗിരി കിടന്നിട്ട് നമുക്കിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ നമുക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ വിനാഗിരിയും ഈ ഉപ്പും എല്ലാം ഇതിലൊന്ന് പിടിക്കണം. ഇതിൽ നല്ല ചൂടാറിയിട്ട് നമുക്ക് ലാസ്റ്റാണ് നമ്മൾ പൈനാപ്പിൾ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് കൂളായിട്ടുണ്ട്. നമുക്ക് ഇനി ലാസ്റ്റ് പൈനാപ്പിൾ കൂടി ആഡ് ചെയ്ത് അവിടെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നൊരു ദിവസം നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നാളത്തേക്ക് ഈ ഉപ്പും പുളിപ്പും എല്ലാം പിടിച്ചു കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി, വളരെ കുറച്ച് മതി. നമ്മുടെ ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് നാളത്തേക്ക് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഓക്കെ, നമ്മുടെ മാംഗോ ക്യാരറ്റ് പൈനാപ്പിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഇത് ഒന്ന് ഒന്ന് കൂളായി, അതായത് ഒരു ദിവസം കഴിയുമ്പോഴേ ഇതിൽ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് ഇരുന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നാളെ ഇത് യൂസ് ആക്കാം.